അടുത്ത യാത്ര കോഴിക്കോട്ടെ തേങ്ങാ ബസാറിലേക്കാണ്. സൗത്ത് ബീച്ചിനോട് ചേർന്നുള്ള ഈ ബസാറിൽ പഴമയുടെ കാഴ്ചകളും നിരവധി ഓർമ്മകളുമാണുള്ളത്. അതിജീവനത്തിന്റെ പാതയിലാണ് ഇന്ന് തേങ്ങാ ബസാർ. 100 വർഷത്തിലധികം പഴക്കമുണ്ട് കോഴിക്കോട്ടെ തേങ്ങാ ബസാറിന്. അവിടുത്തെ തൊഴിലാളികൾക്ക് ചിലത് പറയാനുണ്ട്. അവരുടെ അന്നത്തെ ജീവിതം ഇന്ന് എങ്ങനെയാണ് ഈ തേങ്ങാ ബസാർ പ്രവർത്തിക്കുന്നത്? നമുക്ക് ആ വിശേഷങ്ങൾ കേൾക്കാം, കാണാം. കാണുന്നതായിരുന്നില്ല കോഴിക്കോട്ടെ തേങ്ങാ ബസാർ. മുഴുവൻ സമയവും തിരക്കുള്ള സ്ഥലം. 32ലധികം കച്ചവടക്കാർ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. എന്നാൽ ഇന്ന് വെറും 4 കച്ചവടക്കാർ മാത്രം. പ്രതാപകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ. ഇവിടെ ഒരു ദിവസം 5 ലക്ഷം 6 ലക്ഷം തേങ്ങ എല്ലാം വരുന്ന സമയമായിരുന്നു ഒരു കാലത്ത്. ഇവിടെ പച്ചത്തേങ്ങൻ്റെ പണിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ തീരെ ഇല്ല പച്ചത്തേങ്ങൻ്റെ പണി. അന്ന് പച്ചത്തേങ്ങൻ്റെ പണിയും ധാരാളം ഉണ്ടായിരുന്നു. രാവിലെ ഈ റോഡ് കംപ്ലീറ്റ് ബ്ലോക്കായി പോകും, അത്രയും ചരക്കുണ്ടാവും. അന്ന് മൂരി വണ്ടിയില തേങ്ങ വരാം. തിക്കോടി പയ്യോളി എല്ലാം മൂരി വണ്ടിയാണ് വരാം. രാവിലെ രാത്രി അവിടെ നിന്ന് പുറപ്പെടും. രാവിലെ 6-7 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തും മൂരി വണ്ടി. നേരത്തെ പച്ചത്തേങ്ങയും കയറ്റി അയച്ചിരുന്നു. പ്രധാനമായും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കായിരുന്നു ഇത്. പച്ചത്തേങ്ങ ഇപ്പോൾ കിട്ടാനില്ല. കൊട്ടത്തേങ്ങ മാത്രമാണ് ഇപ്പോൾ കയറ്റി അയക്കുന്നത്. സൗത്ത് ബീച്ചിന് സമീപത്താണ് തേങ്ങാ ബസാർ. നാളികേര കൃഷി, ഇവിടുത്തെ ജോലി, അതെല്ലാം തന്നെ ഈ ചുമരുകളിൽ വരച്ചിട്ടിട്ടുണ്ട്. കെട്ടിടങ്ങളിൽ തന്നെ തേങ്ങ സൂക്ഷിക്കാനുള്ള ഗോഡൌണുകളുമുണ്ട്. പണ്ട് പൂർണ്ണമായും നിറഞ്ഞിരുന്നു ഈ ഗോഡൌണുകൾ. എന്നാൽ ഇന്ന് ഇതാണ് അവസ്ഥ. ഇവിടുത്തെ ഓരോ കെട്ടിടങ്ങൾക്കുമുണ്ട് പ്രത്യേകത. ഈ കാണുന്നത് പോലെ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ കെട്ടിടങ്ങൾ ഉള്ളത്. രാവിലെ 6 മുതൽ വൈകിട്ട് വരെ തൊഴിലാളികൾ ഇവിടെയുണ്ട്. 1000-ലധികം തൊഴിലാളികൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ജോലി കിട്ടിയിരുന്നു ആദ്യകാലങ്ങളിൽ. എന്നാൽ ഇന്നുള്ളത് 50-ൽ താഴെ തൊഴിലാളികൾ മാത്രം. നിത്യച്ചെലവ് നടന്നു പോകുന്നുണ്ട്. ഈ മേഖലയിൽ സർക്കാരിന്റെ സഹായം ഇവർ പ്രതീക്ഷിക്കുന്നു. ഈ വെയിൽ എത്ര ചില സമയത്ത് രാവിലെ ഒരു 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയുള്ള വെയിൽ കൊള്ളണം. പിന്നെ ഈ കടൽക്കാറ്റുണ്ടായതിനെ കൊണ്ട് കുറച്ച് സമാധാനം ഉണ്ടാവും. എന്ത് ഗുണം അന്നന്ന് ജീവിച്ചു പോകാന്നല്ലാണ്ട് വേറെ എന്ത് ഗുണം? ഞങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങളും ഇവിടെ കൊണ്ടില്ല. പിരിഞ്ഞു പോവുകയാണെങ്കിൽ പിരിഞ്ഞു പോവുക. ഇതൊരു പ്രത്യേക തരം തൊഴിലാണ്. ഇതൊരു വിദഗ്ധ തൊഴിലാണ്. നാളികേരത്തിന്റെ ഉൽപാദനക്കുറവ് വലിയ രീതിയിൽ കച്ചവടക്കാരെ ബാധിക്കുന്നുണ്ട്. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ വിലക്കയറ്റം, പ്രൊഡക്ഷൻ കുറവ്. നമുക്കിപ്പോൾ 30% പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മുമ്പ് ഒരു 1000 തേങ്ങ, എന്തിനേറെ പറയുന്നത്, കഴിഞ്ഞ വർഷം 1000 തേങ്ങ പറിച്ചിരുന്ന പറമ്പിൽ ഈ പ്രാവശ്യം ഒരു 300 തേങ്ങ കിട്ടില്ല. 30% വരുന്നില്ല. ഉൽപാദനക്ഷമത വളരെ ഇതായിട്ടുണ്ട്. അതാണ് ഇപ്പോഴുള്ളൊരു പ്രധാന പ്രശ്നം. ആ ഉൽപാദനം കുറയുമ്പോൾ അതിൻ്റെ ഒരു ഗണ്യമായ കുറവ് മാർക്കറ്റിൽ ഉണ്ടാവുമല്ലോ. ഒരു കാലത്ത് കോഴിക്കോട്ടെ വ്യാപാരത്തിന്റെ മുഖമായിരുന്നു തേങ്ങാ ബസാർ. തൊഴിലാളികളെയും കച്ചവടക്കാരെയും സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ ഒരു നല്ല കാലം. ആ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു പോകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അതിനിവർക്ക് സർക്കാരിന്റെ സഹായം വേണം. രാജേഷ് വെള്ളരിക്കുണ്ടിനും ആശിഷിനുമൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.